തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 10-ാം അധ്യായം. സാവൂളിൻ്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേല്യർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തൻ്റെ ആയുധവാഹകരോട്, ഈ അപരിച്ഛേദർ എന്നെ അവമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പാലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബെഷ് ഗിലിയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബെഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബെഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിനു കാരണം. അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 11-ാം അധ്യായം. ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേല്യർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമൂലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവൂദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയാൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിൻ്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസിനെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിൻ്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. മൂവരിൽ പ്രമുഖനും ഹക്മോന്യനുമായ യശോബയാം. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്തർ പസ്ദമ്മീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോട് കൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു.
എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റെഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അദുല്ലാം ശിലാഗുഹയിൽ ദാവീദിൻ്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബെത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബെത്ലഹേം പട്ടണ വാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കുവാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിൻ്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് വധിച്ചു. ഇവനും 3 പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനും ആയിരുന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദയുടെ പുത്രനുമായ ബെനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മൊവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോദായയുടെ മകൻ ബെനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ 3 പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാൻ ആയിരുന്നെങ്കിലും 3 എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ: യോവാബിൻ്റെ സഹോദരൻ അസഹേൽ, ബെത്ലേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹരോദിലെ ഷമ്മോത്ത്, പെലോത്തിനായ ഹേലെസ്, തെക്കോവയിലെ ഇക്കെഷിൻ്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, കുഷാത്യർ സിബക്കായി, അഹോഹ്യൻ, ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലേദ്, ബെഞ്ചമിൻ്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബെനായ, ഗാഷ് അരുവിക്കരയിലെ ഖുറായി, അർബാത്തിനായ അബിയേൽ, ബഹ്റൂമിലെ അസ്മാവേത്ത്, ഷാൽബനോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷേം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിൻ്റെ മകൻ അഹിയാം, ഊറിൻ്റെ മകൻ എലിഫാൽ, മക്കറാത്തിനായ ഫേഫർ, പെലോത്തിനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാൻ്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബ്ഹാർ, അമോന്യനായ സേലക്, സെരൂയായുടെ മകനായ യോവാബിൻ്റെ ആയുധവാഹകനും ബെറോത്തുകാരനുമായ നഹറായ്, ഇത്യരായ ഈരായും ഗാരേബും, ഹിത്തനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാക്, റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷഫാത്ത്, അഷ്തെറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യെദിയായേൽ, അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിൻ്റെ പുത്രന്മാരായ യെറിബായ്, യോഷാവിയ, മൊവാബ്യനായ ഇദ്മ, എലിയേൽ, ഓബദ്, മെസോബ്യനായ യെസിയേൽ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 12-ാം അധ്യായം. ദാവീദിൻ്റെ അനുയായികൾ. കിഷിൻ്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിൻ്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. 2 കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും
സാവൂളിൻ്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്. രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബെയക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവെത്തിൻ്റെ പുത്രന്മാരായ യെസിയേലും പേലെത്തും ബറാഖ, അനാത്തോത്തിലെ യേഹൂ, 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബെയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, കെദ്രാക്കാരൻ യോസാബാദ്, എലൂസായി, യെറിമോത്ത്, ബെയാലിയ, ഷെമാറിയ, ഷരൂഫ്യനായ ഷെഫാത്തിയ, കൊറാഹ്യരായ എൽക്കാന, ഇഷിയ, അസരേൽ, യോവേസർ, യശോബയാം, ഗെദോറിലെ ജെറോഹാമിൻ്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിപ്പിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവൻ്റെ പക്ഷം ചേർന്നു. സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, ഏലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹനാൻ, എൽസബാദ്, ജെറമിയ, മഗ്ബന്നായ്. ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ, യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിലാൻ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിൻ്റേതാണ്. ജെസ്സയുടെ പുത്ര, ഞങ്ങൾ നിന്നോടു കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്നു. സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിൻ്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനനായ സാവൂളിൻ്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിഗ്ലാഗിൽ എത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യോസബാദ്, എലീഹു, സില്ലേഥായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ സൈന്യം ദൈവത്തിൻ്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം സാവൂളിൻ്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക്. യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയവും കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6800. ശിമ്യോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോൻ്റെ വംശജരിൽ പ്രമുഖനായ യഹോദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവൻ്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും. സാവൂളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18000. ഇസ്സാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരുമായ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയവും ഉള്ളവരുമായി 50000.
നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയും ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആശേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസ്സാക്കർ, സെബുലോൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർകഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം തിരതല്ലി. ദിനവൃത്താന്തം 1-ാം പുസ്തകം 13-ാം അധ്യായം. ഉടമ്പടിയുടെ പേടകം ഒബേദ് എദോമിൻ്റെ വീട്ടിൽ. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കിര്യത്ത്യാറീമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേല്യരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേല്യരും യൂദായിലെ കിര്യത്ത്യാറീമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേല്യരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഉസ്സ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസ്സയെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ്സ എന്നറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്കെങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഒബേദ് എദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഒബേദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 14-ാം അധ്യായം. ദാവീദിൻ്റെ വിജയം. ടയറിലെ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണ്ണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രീപുത്രന്മാർ ഉണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ശോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപെലെത്ത്, നോഗ, നെഫെഗ്, യാഹ്യ, എലീഷാമ, പെലിയാദ, എലിഫെലെത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്തർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്തർ റെഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്തർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളിച്ചെയ്തു, പോവുക, ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ് പെരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു.
അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്നു പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചുപോയി. ദാവീദിൻ്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളിച്ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാം മരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൽസാം മരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിൻ്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.